ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നമ്മളുടെ SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള അഥവാ ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2023 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ, എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. A dot is put inside the circle without looking it. കണ്ണടച്ച ഒരു കുത്ത് വൃത്തത്തിനുള്ളിൽ ഇട്ടാൽ അത് what is the probability that the dot to be within the unshaded part? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്ത്? What is the probability that the dot to be within the shaded part? ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്ത്? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സെൻട്രൽ ആംഗിളിൻ്റെ പോർഷൻ വെച്ചുകൊണ്ട് പറയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തുള്ള സെൻട്രൽ ആംഗിൾ 120 ആണ്. ടോട്ടൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, അപ്പോൾ 120/360 ചെയ്താൽ മതി, അതായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. കാരണം ഒരു 360 ഡിഗ്രി വരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് റെവല്യൂഷൻ അഥവാ ഒരു സർക്കിൾ ആകുന്നത്. ആ സർക്കിളിനെ 120ൽ കട്ട് ചെയ്തു. അപ്പോൾ ഈ 120 ആ സർക്കിളിൻ്റെ എത്ര പാർട്ട് ഉണ്ട് നോക്കിയാൽ പോരെ. അപ്പോൾ 120/360 0 വെട്ടിപ്പോവും. 12/36 1/3 കിട്ടും. അപ്പോൾ 1/3 ആണ് പ്രോബബിലിറ്റി. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ളതോ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 3 ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, ന്യൂമറേറ്ററിൽ 1 ആണ്. അപ്പോൾ ബാക്കി ഇനി എത്ര ഉണ്ട്? 2/3. ഓക്കെ, അപ്പോൾ 2/3 1/3 കൂടിയും കൂട്ടുമ്പോൾ 1 ആയില്ലേ. ഓക്കെ, a box contain 4 slips numbered 1 2 3 4 and another contain 5 slips number 1 2 3 4 5. One slip is taken from each box without looking it. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 3 4 5 എന്നീ സംഖ്യകൾ എഴുതിയ 5 കടലാസ് കഷ്ണങ്ങളുമുണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും നോക്കാതെ ഒരു കടലാസ് എടുത്താൽ in how many different ways we can choose the slips? എത്ര വ്യത്യസ്ത രീതിയിൽ കടലാസ് കഷ്ണങ്ങൾ എടുക്കാം? What is the probability of both numbers being odd? എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാവാനുള്ള സാധ്യത കാണുക. What is the probability of both number being the same? കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത എന്ത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം, ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ചൂസ് ദി സ്ലിപ്സ്? എത്ര വ്യത്യസ്ത രീതിയിൽ കടലാസ് കഷ്ണം എടുക്കാന്നാണ്. ഒന്നാമത്തെ ബോക്സിൽ എത്ര നമ്പർ ഉണ്ട്? 4 നമ്പർ. രണ്ടാമത്തെ ബോക്സിൽ എത്ര ഉണ്ട്? 5 എണ്ണം. പെയർ ആയിട്ട് എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 4 × 5 20 രീതികളിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 20 രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ബീങ് ഓഡ്? രണ്ടും ഓഡ് ആവാനുള്ള അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 കിട്ടി. ഈ രണ്ടാമത്തെ ബോക്സിൽ ഓടുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. 1 1 1 3 1 5. ഇവിടെയോ 3 3 1 3 3 3 5. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 and 6. സോ 6/20 ചെറുതാക്കുമ്പോൾ 3. 6ന്റെ പകുതി 3, 20ന്റെ പകുതി 10. അതെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ബീങ് ദ സെയിം? രണ്ടും തുല്യമാവാനുള്ള സാധ്യത നോക്കിയേ. 1 1 2 2 3 3 4 4. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഓക്കെ, അപ്പോൾ 4/20 1/5 എന്ന് കിട്ടും. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 എന്ന് കിട്ടും. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ 2023 നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.